നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും ഫുട്ബോൾ ആവേശത്തിൻ്റെ ആ ലഹരിയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി 12:30-ക്കായിരുന്നു സ്പെയിനും ബെൽജിയവും തമ്മിലുള്ള പോരാട്ടം. കരുത്തരായ ബെൽജിയം നല്ല രീതിയിലുള്ള പ്രതിരോധം തീർത്ത ബെൽജിയത്തെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഫ്രാൻസുമായുള്ള സെമി ഏറ്റുമുട്ടലിന് തയ്യാറെടുത്തിരിക്കുന്നു. സ്പെയിൻ എന്തായാലും ബുധനാഴ്ചയാണ് മത്സരം. ലോകം വലിയൊരു ആവേശമായി, ഒരു മതമായൊക്കെ ഈ ഫുട്ബോൾ ആ ഒരു ചെറിയ പന്തിലേക്ക് ഒതുങ്ങുന്ന സമയം അതാണ് അതിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. സന്തോഷകരമായ നിമിഷങ്ങൾക്കിടയിലും ചില അസുഖകരമായ ചില വാർത്തകളും റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സംസ്ഥാനത്ത് കണ്ണൂരിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്. 4 ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. വിശദമായ റിപ്പോർട്ടുകൾ നിരവധിയാണ് എന്ന് പ്രതീക്ഷിക്കുന്നതടക്കം. അതിലേക്കൊക്കെ വരാം. ആദ്യം തലക്കെട്ടുകൾ. ബെൽജിയത്തെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ച സ്പെയിൻ ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ സെമിയിൽ. സ്പെയിനിന്റെ വിജയം 88-ാം മിനിറ്റിൽ മെറീനോയുടെ ഗോളിൽ. സെമിയിൽ ഫ്രാൻസിനെതിരെ ക്വാർട്ടറിൽ പുലർച്ചെ 2:30-ക്ക് നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30-ക്ക് അർജന്റീനയും സ്വിറ്റ്സർലൻഡും നേർക്കുനേർ. വയനാട് കള്ളാടിയിലെ മണ്ണ് മാറ്റുന്നതിനെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച 3-അംഗ വിദഗ്ധ സമിതി ഉടൻ ദുരന്ത സ്ഥലം സന്ദർശിക്കും. എൽസ്റ്റോൺ എസ്റ്റേറ്റിലെ സർക്കാർ ടൗൺഷിപ്പിന്റെ സുരക്ഷാ സമിതി ഉറപ്പുവരുത്തും. മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. കോഴിക്കോട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ തകർന്നു വീണ ക്ലോക്ക് ടവറിന്റെ അവശിഷ്ടങ്ങൾ നീക്കാനുള്ള നടപടികൾ തുടരുന്നു. 2ഉം 3ഉം ട്രാക്കുകൾ വഴി ഇന്നും ട്രെയിനുകൾ ഓടില്ല. CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ. നിയമസഭാ തിരഞ്ഞെടുപ്പ് അവലോകനം പ്രധാന അജണ്ട. പാർട്ടി സംസ്ഥാന ഘടകത്തിലെ ചേരിതിരിവും വിഭാഗീയതയും ചർച്ചയാകും. വിഴിഞ്ഞത്തെ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നതയിൽ തൽക്കാലം പ്രതികരിക്കേണ്ടതില്ല എന്ന നിലപാടിൽ സംസ്ഥാന നേതൃത്വം. ഉഭയകക്ഷി ബന്ധത്തിൽ പുതിയ അധ്യായം തുറന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡിൽ. ഇന്ന് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി കൂടിക്കാഴ്ച. ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയയിലെ മെൽബണിൽ മോദി താമസിച്ച ഹോട്ടലിൽ ഇന്ത്യൻ കുടിയേറ്റത്തിനെതിരെ തീവ്ര വലതുപക്ഷവാദി നടത്തിയ പ്രതിഷേധത്തിൽ അന്വേഷണം. ഇറാനെതിരെ കൂടുതൽ ഉപരോധവുമായി അമേരിക്ക. മൊജ്തബ ഖംനേയിയുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന അലി അൻസാരി ഉൾപ്പെടെയുള്ളവർക്ക് സാമ്പത്തിക വിലക്ക്. മണി എക്സ്ചേഞ്ച് കമ്പനികൾക്കും ഉപരോധം. സമാധാന ചർച്ച തുടരാമെന്ന് ട്രംപ്. സ്ഥിരീകരിക്കാതെ ഇറാൻ. ഒരിടവേളയ്ക്ക് ശേഷം തുടങ്ങിയ സംഘർഷം ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കത്തെ വീണ്ടും ഗുരുതരമായി ബാധിച്ചതായി റിപ്പോർട്ട്. കണ്ണൂർ ചാലോട് കാർ മരത്തിലിടിച്ച് 4 മരണം. മരിച്ചവരിൽ 2 മലയാളികളും 2 UP സ്വദേശികളും. പയ്യന്നൂരിൽ അനസ്തേഷ്യ നൽകിയതിലെ പിഴവ് മൂലം കുഞ്ഞ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. മേത്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മേത്തർ ഈഗിൾസ് FC കേരള. ഫുട്ബോൾ ആവേശത്തിലേക്ക് തന്നെയാണ്. ബെൽജിയത്തെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ച ലോകകപ്പ് സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ. 2ാം തവണയാണ് സ്പെയിൻ ലോകകപ്പ് സെമിയിൽ പ്രവേശിക്കുന്നത്. ലോകകപ്പ് ആദ്യ സെമിയിൽ ഇനി സ്പെയിൻ ഫ്രാൻസ് പോരാട്ടം. ആദ്യ പകുതിയിൽ ഓരോ ഗോളുകളുമായി സമനില പിടിച്ചതോടെ ലോസ് ആഞ്ചലസിലെ സ്റ്റേഡിയത്തിൽ ആവേശത്തിന്റെയും ആശങ്കയുടെയും നിമിഷങ്ങൾ. 30-ാം മിനിറ്റിൽ ഫാബിയൻ റൂയിസിലൂടെ സ്പെയിനായിരുന്നു ആദ്യ ലീഡ്. 10 മിനിറ്റിനുള്ളിൽ ബെൽജിയം തിരിച്ചടിച്ചു. സമനില ഗോൾ ചാൾസ് ഡി കെറ്റ്ലേർ വക. ഈ ലോകകപ്പിൽ തുടർച്ചയായ 6 മത്സരങ്ങളിൽ ഗോളുകൾ വഴങ്ങാത്ത സ്പെയിനിന്റെ പ്രതിരോധ കോട്ടയുടെ ചരിത്രവും ശക്തിയും അങ്ങനെ തകർക്കപ്പെട്ടു. 2022 ഖത്തർ ലോകകപ്പിൽ ജപ്പാന്റെ ആവോ തനാക്കിയോട് ഗോൾ വഴങ്ങിയ ശേഷം ലോകകപ്പിൽ സ്പെയിനും ഗോളി സിമോണും വഴങ്ങുന്ന ഗോൾ. ഒപ്പത്തിനൊപ്പം എത്തി എക്സ്ട്രാ ടൈമിലേക്കും ഷൂട്ടൌട്ടിലേക്കും ഒക്കെ നീളുമെന്ന് കരുതിയ നിമിഷങ്ങളിൽ സ്പെയിനിന്റെ അപ്രതീക്ഷിത മുന്നേറ്റം. പകരക്കാരനായി ഇറങ്ങി 2 മിനിറ്റ് തികയും മുൻപേ സ്പെയിനിനായി വിജയ ഗോൾ നേടി മൈക്കൽ മെറീനോ. പ്രീ ക്വാർട്ടറിൽ സമ്മാനിച്ച വിജയ ഗോളിന്റെ തുടർച്ചയോടെ മെറീനോ മാസായി. ഇനി ഫ്രാൻസിനെ തകർക്കാൻ ലൂയിസ് ഡി ലാഫുവന്റെ മെനയുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയെന്നറിയാൻ 15-ാം തീയതി വരെ കാക്കണം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.
പോർച്ചുഗലും ബ്രസീലും അടക്കമുള്ള തങ്ങളുടെ ഫാൻ ടീമുകളെല്ലാം ലോകകപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇനിയുള്ള മത്സരങ്ങളിൽ ഇനിയുള്ള ടീമുകളിൽ പക്ഷം പിടിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ. നമ്മുടെ കേരളത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കാഴ്ചകൾ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ ഫുട്ബോൾ ആവേശമെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. കൊച്ചിയിൽ നിന്ന് ഫുട്ബോൾ ആവേശം പങ്കുവച്ച് കിരൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കളിച്ച 5 മത്സരങ്ങളിലും ഗോളിന് വഴങ്ങാതിരുന്ന സ്പെയിൻ ഇന്ന് വലിയ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് മത്സരത്തിന് ഇറങ്ങിയത്. ബെൽജിയത്തിനെതിരെ 2 ഗോളുകൾക്കാണ് സ്പെയിൻ വിജയിച്ചിരിക്കുന്നത്. ഏതായാലും മത്സരം തുടങ്ങി ആദ്യ മിനിറ്റിൽ തന്നെ ആദ്യ 30 മിനിറ്റിനുള്ളിൽ തന്നെ സ്പെയിൻ ഗോൾ നേടിയിരുന്നു. ഏതായാലും വലിയ ആവേശത്തിൽ ഇനിയിപ്പോൾ സ്പെയിൻ സെമിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഏതായാലും കൊച്ചിയിലെ കറുകപ്പള്ളിയിൽ ഇവിടെ ഫുട്ബോൾ ആരാധകർ നിരവധി ആളുകളുണ്ട്. എല്ലാ മത്സരങ്ങളൊക്കെ വലിയ ആവേശത്തോടെ തന്നെ കണ്ട ആളുകളാണ്. ഏതായാലും ഇന്നത്തെ മത്സരവും വലിയ ആവേശത്തിൽ തന്നെയായിരുന്നു ഇവർ കണ്ടിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മത്സരം? നല്ല കളി. സ്പെയിൻ ഫാനാണോ ബെൽജിയം ഫാനാണോ? അങ്ങനെയൊന്നുമില്ല, നമ്മളെല്ലാ കളിയും കാണുന്നുണ്ട്. എല്ലാ കളികളും കണ്ടുകൊണ്ടിരുന്നതാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ 5 മത്സരങ്ങളൊക്കെ കൂടി കണ്ടിട്ടുണ്ടോ സ്പെയിൻ്റെ? ഇന്നത്തെ മത്സരം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നത്തെ നല്ലതായിരുന്നു, കുഴപ്പമില്ല. ഏതായാലും വലിയ ആവേശമായിരുന്നു ഇന്നത്തെ മത്സരം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം ഇന്നത്തെ? നല്ല മത്സരമായിരുന്നു, അടിപൊളിയായിരുന്നു. സ്പെയിൻ്റെ കളി എങ്ങനെയുണ്ടായിരുന്നു? നല്ല കളിയായിരുന്നു. ഏതായാലും വലിയ ആവേശം ആരാധകർ പങ്കുവെക്കുന്നതും ആ കാര്യം തന്നെയാണ്. നല്ലൊരു മത്സരമായിരുന്നു സ്പെയിൻ കാഴ്ചവെച്ചത് എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഫാബിയാൻ റൂയിസ് ആയിരുന്നു സ്പെയിനിന് വേണ്ടി ആദ്യ ഗോൾ നേടിയത്. 30-ാം മിനിറ്റിൽ ഗോൾ നേടുന്നു. ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുൻപ് 41-ാമത്തെ മിനിറ്റിൽ തന്നെ വീണ്ടും ചാൾസ് ഡി കെറ്റലോ മറുപടി ഗോള് ബെൽജിയത്തിന് വേണ്ടി നേടുകയുണ്ടായിരുന്നു. അതിനുശേഷം 2-ാം പകുതിയിലാണ്, അതിൽ 88-ാമത്തെ മിനിറ്റിലാണ് മൈക്കൽ മെറിക്കോ സ്പെയിനിന് വേണ്ടി വീണ്ടും ഗോൾ നേടുന്നത്. ഏതായാലും വലിയൊരു ആവേശത്തോടുകൂടി തന്നെ ഈ ക്വാർട്ടർ മത്സരം കടന്നിരിക്കുകയാണ് സ്പെയിൻ. ഇനിയിപ്പോൾ സെമി മത്സരം, അത് ഫ്രാൻസിനോടാണ് സെമി മത്സരമുള്ളത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ബിബിൻ ആലുവയ്ക്കൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി. ലോകകപ്പ് ക്വാർട്ടറിൽ ഇന്ന് രാത്രി നോർവേ ഇംഗ്ലണ്ട് പോരാട്ടമാണ്. പക്ഷേ ഈ മത്സര സമയമാണ് നമുക്ക് പ്രത്യേകിച്ച് കുറച്ച് കടുപ്പമാകുന്നത്. പുലർച്ചെ 2:30-ക്കാണ് മത്സരം. മുൻ ചാമ്പ്യന്മാരായ ബ്രസീലിനെ തകർത്താണ് ഹാലൻഡും കൂട്ടരും ക്വാർട്ടറിലേക്ക് എത്തിയത്. അതേസമയം 1966 ലഭിച്ച ഏക ലോകകപ്പ് കിരീടത്തിൻ്റെ 60-ാം വാർഷികത്തിൽ കിരീടമോഹവുമായി കെയ്നിൻ്റെ ഇംഗ്ലണ്ടും കളത്തിൽ ഇറങ്ങുകയാണ്. നോർവേ ഇംഗ്ലണ്ട് ക്വാർട്ടർ പോരാട്ടവും തീപാറും. മുൻ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ അട്ടിമറിച്ചാണ് നോർവേയുടെ വരവ്. ആദ്യ മത്സരങ്ങളിലെ അപേക്ഷിച്ച് കൂടുതൽ ഒത്തിണക്കവും മികവും പ്രകടിപ്പിക്കുന്ന നോർവേ മുൻ ലോക ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിന് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ കരുത്തുള്ളവരാണ്. എർലിംഗ് ഹാളണ്ടാണ് നോർവേയുടെ വജ്രായുധം. കാൽപന്ത് കളിയുടെ തമ്പുരാക്കന്മാരായ ബ്രസീലിനെ കീഴടക്കിയത് ചരിത്രത്തിലേക്കുള്ള വഴിയായിരുന്നു. ലോകകപ്പിൻ്റെ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ സാമ്പാ നൃത്തത്തിൻ്റെ സൗന്ദര്യത്തെ നോർവേക്കാരുടെ വന്യമായ കരുത്ത് കീഴ്പ്പെടുത്തിയപ്പോൾ കണ്ണീരോടെയാണ് ആരാധകർ വേദി വിട്ടത്. എർലിംഗ് ഹാലൻഡ് എന്ന ഗോൾ വേട്ടക്കാരൻ്റെ ഇരട്ട പ്രഹരത്തിലാണ് 5 തവണത്തെ ലോക ചാമ്പ്യന്മാർ വീണുപോയത്. വീണിടത്ത് നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ കാനറികളെ നോർവേ പട അനുവദിച്ചില്ല എന്നതായിരുന്നു സത്യം. ഈ വിജയത്തോടെ ബ്രസീലിന് മുമ്പിൽ ഇതുവരെ അടിയറവ് പറയാത്ത ഒരേ ഒരു രാജ്യം നോർവേ മാത്രമെന്നതും ചരിത്രമായി മാറി. അതേസമയം ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇംഗ്ലണ്ടിൻ്റെ വരവ്. പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോക്കെതിരെയുള്ള വിജയം തന്നെ ഇംഗ്ലീഷ് പടയുടെ ഫിനിഷിംഗ് മികവ് വ്യക്തമാക്കുന്നതാണ്. ആവേശകരമായ മത്സരത്തിൽ 10 പേരായി ചുരുങ്ങിയ ശേഷമായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ഗംഭീര വിജയം. ഒരേ നിലവാരത്തിൽ ടോട്ടൽ ഫുട്ബോൾ കളിക്കുന്ന ടീമുകളാണ് നോർവേയും ഇംഗ്ലണ്ടും. നോർവേ പ്രതിരോധത്തിൽ കൂടുതൽ ശ്രദ്ധയൂന്നുമ്പോൾ തനി പ്രീമിയർ ലീഗ് ശൈലിയിലുള്ള ഗെയിം പ്ലാനാണ് ഇംഗ്ലണ്ട് കാഴ്ചവയ്ക്കുന്നത്. എന്തായാലും 1966 ഏക ലോകകപ്പ് കിരീടത്തിൻ്റെ 60-ാം വാർഷികത്തിൽ കിരീടമോഹവുമായി വീണ്ടും കളത്തിലുള്ള ഇംഗ്ലണ്ടിന് നോർവേ കനത്ത വെല്ലുവിളി ഉയർത്തുമെന്ന് ഉറപ്പാണ്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. കരുത്തരായ ടീമുകൾ തന്നെയാണ് ഇപ്പോൾ സെമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസ്, സ്പെയിൻ. ഇനി ഇന്നത്തെ കളിയിൽ നോർവേ ആണോ ഇംഗ്ലണ്ടാണോ എന്നറിയാം. അവസാന പോരാട്ടത്തിൽ നാളെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും സ്വിറ്റ്സർലൻഡുമാണ് ഏറ്റുമുട്ടുന്നത്. ആ മത്സരം രാവിലെ 6:30-ക്കാണ്. കാൻസസ് സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. ശേഷം നടത്തിയ ശക്തമായ തിരിച്ചുവരവിലാണ് ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചത്. ഫോമിൽ മിന്നി നിൽക്കുന്ന മെസ്സി തന്നെയാണ് അർജന്റീനയുടെ പ്രതീക്ഷ. അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ ടീമുകൾക്കെതിരെ ആധികാരിക വിജയങ്ങൾ നേടി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായെങ്കിലും കേപ്പ് വെർദെയോടും ഈജിപ്തിനോടും ഉയർത്തത് അർജന്റീനൻ ആരാധകരെ ആശങ്കയിലാക്കുന്നുണ്ട്. 8 ഗോളുമായി ഗോൾഡൻ ബൂട്ട് മത്സരത്തിൽ 1-ാം സ്ഥാനത്ത് തുടരുന്ന മെസ്സിയുടെ പ്രകടനത്തിൽ അർജന്റീന വിജയം സ്വപ്നം കാണുകയാണ്. അതേസമയം വ്യക്തിഗത മികവിനേക്കാൾ ടീം ഗെയിമിന് പ്രാധാന്യം നൽകുന്നതാണ് സ്വിസ് ശൈലി.
മധ്യനിരയിൽ നിന്നും കളി നിയന്ത്രിക്കുന്നതിലും എതിരാളികൾക്ക് ഒരു ഇഞ്ച് പോലും സ്ഥലം നൽകാതെയുള്ള സമ്മർദ്ദതന്ത്രം നേരിടുന്നതിൽ അർജന്റീന വിയർക്കും. മറുവശത്ത് സ്വിറ്റ്സർലൻഡിന് ഗ്രൂപ്പിലും റൗണ്ട് ഓഫ് 32-ലും അതിശക്തരെ നേരിടേണ്ടി വന്നില്ല എങ്കിലും പ്രീ ക്വാർട്ടറിൽ കിട്ടിയത് കൊളംബിയയായിരുന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ട പോരിൽ ജയിച്ചു കയറിയതോടെ സ്വിറ്റ്സർലൻഡിന് ആത്മവിശ്വാസം ഏറെയായി. 1954 ശേഷം ആദ്യമായിട്ടാണ് അവർ ക്വാർട്ടറിൽ എത്തുന്നത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. വിശ്വകിരീടത്തിനായുള്ള കാൽപന്ത് കളിയുടെ ഫൈനലിലേക്ക് അടുക്കവേ മത്സരങ്ങൾ കടക്കുന്നു. ഒപ്പം സ്പെയിൻ കൂടി സെമിയിലെത്തിയതോടെ ഏതാണ്ട് ഈ അവസാന ലാപ്പിലെ മത്സരചിത്രം തെളിഞ്ഞു വരുന്ന സാഹചര്യം കൂടിയാണ്. നമുക്കറിയാം, ഈ ഫുട്ബോളിനെ സ്നേഹിക്കുകയും ഈ പ്രതികൂല കാലാവസ്ഥയിലടക്കം ഫുട്ബോൾ പരിശീലിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുണ്ട്. അത്തരത്തിൽ ഒരു ക്ലബ്ബ് ആലപ്പുഴ കാവുങ്കലിലുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി അജയ്നാഥ് ചേരുകയാണ് അവിടുത്തെ ഏറ്റവും പുതിയ ഫുട്ബോൾ ആവേശവുമായി, ഫുട്ബോൾ വിശേഷങ്ങളുമായി. അജയ്, എന്താണ് കാവുങ്കലിലെ ഫുട്ബോൾ പ്രേമികളുടെ ആവേശം? പ്രിയ ടീമുകൾ ആരൊക്കെ? ഒരുപക്ഷെ നമുക്കറിയാം, ഈ അവരുടെ ഈ ബ്രസീലും പോർച്ചുഗലും അടക്കമുള്ള പ്രധാനമായും ഈ കൊടിതോരണങ്ങളും ഫ്ലെക്സും ഒക്കെ വെച്ച് അലങ്കരിച്ച ടീമുകളൊക്കെ മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ സെമി ഫൈനൽ ലൈനപ്പ് കൂടി വരുന്നൊരു സാഹചര്യമാണ്. ഇനിയുള്ള മത്സരങ്ങളിൽ ഏതൊക്കെ ടീമുകൾ നിലനിൽക്കുന്നു, അവരിലേക്ക് ഒരുപക്ഷെ ഈ ഫുട്ബോൾ പ്രേമികൾ ചേരിതിരിയുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ആലപ്പുഴ കാവുങ്കലിലെ ഫുട്ബോൾ വിശേഷങ്ങൾ? സ്വപ്ന, ലോകകപ്പിൻ്റെ ആവേശം കണ്ട അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ സെമി ഫൈനൽ ബെർത്ത് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞ ടീമുകളെല്ലാം തന്നെ മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും ഒടുവിൽ നടന്ന മത്സരത്തിൽ സ്പെയിൻ ജയിച്ച് സെമിയിലേക്ക് എത്തി. എന്തായാലും ആലപ്പുഴയെ സംബന്ധിച്ച് ഫുട്ബോളിന് അത്ര വലിയ ഒരു പ്രാധാന്യമുള്ള ജില്ല, പക്ഷേ എങ്കിൽ പോലും ഈ കാവുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് കുട്ടിത്താരങ്ങൾ, ഈ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന കുട്ടിത്താരങ്ങളുണ്ട് എന്നുള്ളതാണ്. അവരുടെ ഒരു പരിശീലന വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. എന്തായാലും പ്രതികൂലമായൊരു കാലാവസ്ഥ, കനത്ത മഴയാണെങ്കിൽ പോലും നിരവധിയായിട്ടുള്ള കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫുട്ബോളിനെ സ്നേഹിച്ചുകൊണ്ട് ഫുട്ബോൾ പരിശീലനത്തിൽ ഏർപ്പെടുന്നത്. ഏതാണ്ട് 80ഓളം കുട്ടികളുള്ളതാണ്. പക്ഷേ പ്രതികൂല കാലാവസ്ഥയിൽ ഇന്ന് അത്രയും ആളുകൾ വന്നിട്ടില്ല. എന്തായാലും അവരുടെ ഒരു പ്രതീക്ഷയും ഒക്കെ നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാം. എങ്ങനെയുണ്ട് ഫുട്ബോളിന്റെ ഒരു ലോകകപ്പ് ആവേശം? എങ്ങനെയുണ്ട്? നല്ല ആവേശം. ഏത് ടീമിലായിരുന്നു ഇഷ്ടം? പോർച്ചുഗൽ. റൊണാൾഡോ. സ്വാഭാവികമായിട്ടും പോർച്ചുഗൽ റൊണാൾഡോ പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായി. സങ്കടമുണ്ട്. വിരമിക്കൽ ഉണ്ടാകില്ലെന്ന് പറയുന്നത്, എന്താണ് പ്രതീക്ഷ? വിരമിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവരും പോർച്ചുഗൽ ഫാൻസ് ആണോ? റൊണാൾഡോ പോർച്ചുഗൽ പുറത്തു പോയതിൽ സങ്കടമുണ്ടോ? എന്താണ് ഒരു ഫൈനൽ പ്രതീക്ഷ? എന്താണ്? അർജന്റീന ഫാൻസ് ഒന്നും ആരുമില്ലേ? അർജന്റീന ഫൈനൽ വരുന്ന പ്രതീക്ഷ ഉണ്ടോ? ഫ്രാൻസ് അർജന്റീന പോരാട്ടം കഴിഞ്ഞ ലോകകപ്പ് പോലെ ഉണ്ടാകുമോ? സാധ്യതയുണ്ട്. ഉണ്ടായാൽ എന്താണ് അർജന്റീനയുടെ ഒരു നിലവിലൊരു സ്ഥിതി എങ്ങനെയാണ് വരുന്നത്? ജയിക്കും. മെസ്സി ഫാൻസ് ആണോ? റൊണാൾഡോ ഫാനാണല്ലേ? റൊണാൾഡോ തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷയുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. റൊണാൾഡോ ചിലപ്പോൾ വരും, ചിലപ്പോൾ വരത്തില്ല. പക്ഷേ ഈ കളി ഫ്രാൻസ് ആയിരിക്കും. ലോകകപ്പ് മത്സരങ്ങളെല്ലാം കാണുമായിരുന്നു. എന്തായാലും ഇവരുടെ കോച്ച് ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. വലിയ ഒരു ഫുട്ബോൾ ആവേശത്തിൽ തന്നെയാണ്, അതായത് കനത്ത മഴയുണ്ടെങ്കിൽ പോലും വലിയ ആവേശത്തിൽ തന്നെയാണ് ഇവരുള്ളത് എന്നുള്ളതാണ്. ചോദിച്ചേട്ടാ, എങ്ങനെയാണ് ഒരു ഫുട്ബോൾ ആവേശം? കാവുങ്കല് വളരെ നിർഭാഗ്യമാണ്. നല്ല ആവേശത്തിലാണ്. അതായത് ഫ്ലെക്സ് ബോർഡുകളൊക്കെ കണ്ടില്ലേ? അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ് ഇങ്ങനെയുള്ള എല്ലാ ടീമുകളുടെ ഫ്ലെക്സ് ബോർഡൊക്കെ വെച്ചിട്ട് ഭയങ്കര ആവേശത്തിലാണ്. നമ്മുടെ ഗ്രാമീണ ഫുട്ബോൾ അക്കാഡമിയാണിത്. നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ച, ഈ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് നിർമ്മിച്ച ഒരു ഫുട്ബോൾ അക്കാഡമിക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു ഗ്രൗണ്ടാണ്. നമുക്ക് ഓണത്തിനാണ് വലിയ ടൂർണമെൻറ്റുകൾ നടക്കുന്നത്. അന്നേരം ഓണാഘോഷ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഈ കാവുങ്കലിലെ ഒരു വലിയൊരു പരിപാടിയാണ് നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സുവർണ്ണ ജൂലി ആയിരുന്നു, അതിനോടനുബന്ധിച്ച് വലിയ പരിപാടി. ഇത്തവണ നല്ല രീതിയിലുള്ള ഒരു ടൂർണമെൻറ്റ് കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ച് അതിൻ്റെ കമ്മിറ്റിയൊക്കെ കൂടിയിട്ടുണ്ട്. വമ്പന്മാരെല്ലാം പുറത്തായി. ഇനിയിപ്പോൾ അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ ഉൾപ്പെടെയുള്ള ടീമുകളാണുള്ളത്, ഇംഗ്ലണ്ട് ഉൾപ്പെടെ. എന്താണ് ഒരു പ്രതീക്ഷ ഫൈനലിൽ? ഏറ്റവും നല്ലോണം കളിക്കുന്ന ടീം ഫൈനലിൽ വരുമെന്നുള്ളതാണ്. ഇവിടെ എല്ലാ ദിവസവും നമുക്ക് കളി വയ്ക്കുന്നുണ്ട്. വായനശാലയിലാണ് കളി, വലിയ ബിഗ് സ്ക്രീനിലാണ് കളി കാണുന്നത്. അന്നേരം ഓരോ ഫാൻസുകാരും ഫാൻ ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. ഓരോ ടീമുകളും ആൾക്കാർ അവിടെ വന്നിട്ട് കളി കാണുകയും അവർ തമ്മിലുള്ള വാഗ്വാദവും ഗ്രൂപ്പുകളിലുള്ള വാഗ്വാദവും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഭയങ്കര രസമാണ്. ഇന്നലെ ഞാൻ കളി കാണാൻ പോയിരുന്നു. കഴിഞ്ഞ വർഷവും നമ്മളിവിടെ വലിയ ബിഗ് സ്ക്രീനിലാണ് പരിപാടി നടത്തിയത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനൽ അറിയാമല്ലോ, ഫ്രാൻസും അതുപോലെ തന്നെ അർജന്റീനയും തമ്മിലായിരുന്നു. അപ്പം ഫ്രാൻസിന് അത്രത്തോളം ആരാധകർ ഇല്ലെങ്കിൽ കൂടിയും ഇപ്പോൾ ബ്രസീലിൻ്റെയും പോർച്ചുഗലിൻ്റെയൊക്കെ ആരാധകർ ഓട്ടോമാറ്റിക്കലി
ഫ്രാൻസായി മാറുകയും അർജൻറ്റീനയ്ക്കെതിരെ പിന്നെ ഒരു ബ്രസീൽ അർജൻറ്റീന മത്സരം നടക്കുന്ന പോലെ തന്നെയാണ് ഫ്രാൻസിനോടൊപ്പം ബ്രസീലിൻ്റെ ആരാധകരോട് ചേർന്നുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വളരെ ആവേശകരമായിട്ട് നമ്മൾ ഈ തെരുവിൽ തന്നെ വലിയ ബിഗ് സ്ക്രീനിലൊക്കെ ആയിരുന്നു ഗ്രാമീണയുടെയും വായനശാലയുടെയും നേതൃത്വത്തിൽ നടത്തിയത്. അപ്പോൾ ഇത്തവണയും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെ ഈ ഗ്രൗണ്ടിൽ വലിയ സ്ക്രീനിൽ തന്നെ ആരാധകർക്ക് ആവേശം പകരുന്ന തരത്തിലുള്ളൊരു കാഴ്ച ഒരുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അല്ലാതെ തന്നെ ഇപ്പം തന്നെയും ആവേശത്തിൻ്റെ കൊടുമുടിയിലാണ്. കാരണം നമുക്കൊരു 50 വർഷത്തെ പാരമ്പര്യമുള്ളൊരു ക്ലബ്ബാണ്. അത്രയും ഫുട്ബോളിനെ നെഞ്ചിലേറ്റിയിരിക്കുന്ന ഒരു നാട് കൂടിയാണ്. അപ്പോൾ ഫുട്ബോൾ ലോകകപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മാമാങ്കാണ്. ബ്രസീലിൻ്റെ ഫാൻസ്, അർജൻറ്റീനയുടെ ഫാൻസ്, സൗഹാർദ്ദപരമായിട്ടുള്ള ഫാൻ ഫൈറ്റ് ഇവിടെ നടക്കുന്നതാണ്. ഈ പറയുന്ന ഫ്ലെക്സുകൾ, ഇപ്പോൾ ഈ ഫ്ലെക്സ് അർജൻറ്റീനയുടെ ഒരു വലിയ ഫ്ലെക്സ് അവിടെയുണ്ട്, ബ്രസീലിൻ്റെ പല കളിക്കാരുടെ ഫ്ലെക്സ്. അത് ആവേശത്തിൻ്റെ ഒരു പൂരം തന്നെയാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. അപ്പോൾ അതോടുകൂടി ഇപ്പം ഫൈനലിലേക്ക് എത്തുന്തോറും ഏതൊക്കെ ടീം എത്തും എന്നുള്ളതാണ് ഇപ്പം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫ്രാൻസും സ്പെയിനുമായിട്ട് ഇനി അടുത്ത സെമി വരുന്നുണ്ട്. ഇപ്പോൾ അർജൻറ്റീനയുടെ നാളെയുണ്ട്, സ്വിറ്റ്സർലൻഡുമായിട്ടുണ്ട്. താരതമ്യേന ചിലപ്പോൾ അർജൻറ്റീന സെമി എത്തും. സെമിയിലെ അർജൻറ്റീനയെ എങ്ങനെയെങ്കിലും ഇംഗ്ലണ്ടിനെ കൊണ്ട് തോൽപ്പിക്കുക എന്നാണ് അർജൻറ്റീന ഫാൻസിൻ്റെ ബ്രസീൽ ഫാൻസിൻ്റെ ഒരു ഇത്. എങ്കിലും നല്ല കളി ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഫ്രാൻസും അർജൻറ്റീനയും ഒരുപക്ഷെ ഫൈനലിൽ എത്തിയേക്കാം. 2022 ആവർത്തിക്കപ്പെടാം. അപ്പോൾ ഫ്രാൻസിന് കണക്ക് തിരിച്ചു കൊടുക്കാനുള്ളൊരു അവസരം കൂടി ഉണ്ടാകട്ടെ. എന്തായാലും ഞാനൊരു ബ്രസീൽ ഫാൻസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്നാലും നല്ലൊരു കളി ഉണ്ടാകട്ടെ, എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടട്ടെ, കാലാവസ്ഥ അനുകൂലമാകട്ടെ എന്നുള്ളതാണ്. സോ ഇതിൽ 19 കുട്ടികളുണ്ട് ഇവിടെ. അപ്പം സ്വാഭാവികമായിട്ടും നമുക്കൊരു ദൗർഭാഗ്യമായ സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു ലോകകപ്പ് ടീം ഇറങ്ങാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു 80ഓളം കുട്ടികളെ ഇപ്പോൾ പരിശീലിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ഫുട്ബോൾ പ്രതീക്ഷ നമുക്ക് ഭാവിയിൽ അത്തരത്തിലേക്കൊരു ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കാഴ്ചവെച്ചാൽ മാത്രമേ നമുക്ക് അതിലേക്ക് ഉയരാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ ഇതേപോലെയുള്ള അക്കാഡമിയിൽ പരിപോഷിപ്പിക്കുക, അവർക്ക് ഫണ്ട് കൊടുക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഫുട്ബോൾ പരിപോഷിപ്പിച്ചെടുക്കാം. നല്ല കോച്ചസ്മാർ വേണം, നല്ല ആൾക്കാർ വേണം, അതിനെ കണ്ടക്ട് ചെയ്യാനുള്ള ആൾക്കാരെല്ലാവരും വേണം. ഞങ്ങൾ പിന്നെ ഇതിനകത്ത് ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നുണ്ട്. നമ്മുടെ ടീമുകൾ ജില്ലാ ടീമിലും ഇവിടെയൊക്കെ കളിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയ ഉയർച്ച, അതിന് ഉയർത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഗ്രൗണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ച് ഇട്ടതാണ്. അവിടെ പോലെ മണ്ണായിരുന്നു ഇത്. അതാണ് അതിനെക്കുറിച്ച് പറയാം. എന്താണ് ഒരു ഫൈനൽ പ്രതീക്ഷ? ഫൈനൽ പ്രതീക്ഷ എന്ന് പറയുന്നത് ഫ്രാൻസും നമുക്ക് അർജൻറ്റീനയും വരിക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഫ്രാൻസും അർജൻറ്റീനയും വരിക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം അർജൻറ്റീന ജയിച്ചു പോയി. അപ്പോൾ മെസ്സി അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ചു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഫ്രാൻസിന് കിട്ടട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം ബ്രസീൽ ഫാൻസാണ്. എങ്കിൽ തന്നെയും ഇത്തവണ എംബാപ്പെ അത് കൊണ്ടുപോകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. എങ്കിൽ തന്നെയും ആരാണോ ബെറ്ററായിട്ട് കളിക്കുന്നത് അവർക്കത് കൊണ്ടുപോകുക. അത് കളിയാണ്. അത് ആരാണ് നന്നായിട്ട് കളിക്കുന്നത് അവരത് ജയിക്കുക എന്നുള്ളതാണ്. എങ്കിലും നല്ലൊരു ഫൈനൽ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മളിവിടെ എല്ലാവരും ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓണമാണ്. ഇവിടെ ഓണത്തിനാണ് നമ്മൾ എല്ലാ വർഷവും നമ്മുടെ ടൂർണമെൻറ്റും കാര്യങ്ങളും നടത്തുന്നത്. ഞങ്ങളുടെ ലോകകപ്പും ഇവിടുത്തെ ഓണത്തിന് തന്നെയാണ്. അപ്പോൾ എല്ലാവിധ ഫുട്ബോൾ ലോകത്തുള്ള എല്ലാ ഫുട്ബോൾ ആരാധകർക്കും നല്ലൊരു ഫൈനൽ പ്രതീക്ഷിക്കുന്നു. ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് കുട്ടിത്താരങ്ങളുണ്ട് ഇവിടെ. ഉണ്ടോ റൊണാൾഡോയും മെസ്സിയൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഇവരെല്ലാം റൊണാൾഡോ ഫാൻസാണ്. മെയിനും എല്ലാവരും തന്നെ റൊണാൾഡോ ഫാൻസാണ്. അവരെ ഇപ്പോൾ അദ്ദേഹം ഒട്ടായതുകൊണ്ട് അവർക്കെല്ലാവരും വിഷമമുണ്ട്. എങ്കിലും അവരെല്ലാവരും റൊണാൾഡോ ഫാൻസ് തന്നെയാണ്. അദ്ദേഹം എല്ലാവർക്കും റോൾ മോഡൽ തന്നെയാണ്. ഇത്രയും വയസ്സിലും അവർ പിള്ളേർക്ക് റോൾ മോഡലാണെന്ന് പറഞ്ഞാൽ മറ്റുള്ള കളിക്കാരും വ്യത്യസ്തമായ അദ്ദേഹമാണ്. എല്ലാവർക്കും സ്കില്ലുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം കാണിക്കുന്ന ആ ഒരു റോൾ മോഡൽ തന്നെ. അദ്ദേഹം എത്രമാത്രം അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ബോഡി കീപ്പ് ചെയ്യുന്നു, ഫുട്ബോളിനെ സ്നേഹിക്കുന്നു. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിള്ളേരെ അതിനോട് താല്പര്യമുണ്ട്. സ്വപ്ന അത് തന്നെയാണ്. കനത്ത മഴയുണ്ടെങ്കിൽ പോലും ഫുട്ബോൾ ആവശ്യത്തിന് ഒട്ടും കുറവില്ല എന്നുള്ളതാണ്. ഫൈനൽ ഒരു ശക്തമായ ഫൈനൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അർജന്റീനയും ഫ്രാൻസും 2022 അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇത്തവണയും ഫൈനലിൽ എത്തുമെന്ന പ്രതീക്ഷയാണ് കാവുങ്കലിലെ ഫുട്ബോൾ പ്രേമികളും പങ്കുവെക്കുന്നത്. സ്വപ്ന. തീർച്ചയായും അജയ്, നല്ലൊരു കളി ഉണ്ടാകട്ടെ, അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ. നല്ലൊരു കളി ഉണ്ടാകട്ടെ, അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ശ്രദ്ധേയമാകുന്ന കാര്യം ഈ പുതുതലമുറ വരും, ഈ വരുന്ന കുരുന്നുകൾ പോലും അവരൊരു ടീമായി മാറുമ്പോൾ ഈ ലോകകപ്പിൽ 16ഓളം ടീമുകളാണ് പുതിയതായിട്ട് എൻട്രി ചെയ്തത്. പക്ഷേ അതെല്ലാം മാറ്റിവെച്ച് ഇപ്പോഴും അവരെല്ലാം ആ പരമ്പരാഗത ഫാൻ ക്ലബ്ബുകൾ, ബ്രസീൽ, പോർച്ചുഗൽ, അങ്ങനെ ആ പരമ്പരാഗത ഫാൻ ക്ലബ്ബുകളിൽ തന്നെയാണ്. ശ്രദ്ധേയമായ ഒരു കാര്യം, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഫൈനലിലെത്തുമ്പോൾ അർജൻറ്റീന ഒരു സൈഡിൽ ഉണ്ടാകണം, എന്നിട്ട് അർജൻറ്റീനയെ തോൽപ്പിക്കണം എന്നാണ് ഈ ബ്രസീലും പോർച്ചുഗലും അടക്കം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മറുപക്ഷത്ത് ചായാൻ നിൽക്കുന്ന ഫുട്ബോൾ പ്രേമികളുടെ ഒരു ആവശ്യം. വല്ലാത്തൊരു ചുരുക്കാണ് കേട്ടോ. എന്തായാലും വയനാട് കള്ളാടി ദുരന്തത്തിൽ മണ്ണ് മാറ്റുന്നതിനെക്കുറിച്ച് പഠനം നടത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. സർക്കാർ 3 അംഗ വിദഗ്ധ സമിതിയാണ് നിയോഗിച്ചത്. അതേസമയം മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും
തുടരും. ലക്ഷ്മിപ്രിയ ചേരുകയാണ് വിവരങ്ങളുമായി. ലക്ഷ്മി, ഈ കള്ളാടി ദുരന്തവുമായി ബന്ധപ്പെട്ടപ്പോൾ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുന്ന ഈ മണ്ണ് മാറ്റുന്നത് സംബന്ധിച്ചാണ്. അത് ഈ ശാസ്ത്രീയമായ രീതിയിൽ മാറ്റിയില്ലെങ്കിൽ കൂടുതൽ മണ്ണിടിഞ്ഞു വരാനും അല്ലെങ്കിൽ അത് ആ പ്രവൃത്തി ചെയ്യുന്നവരുടെ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. ഒരു സമിതി രൂപീകരിച്ച് തന്നെ ഇക്കാര്യം കൈകാര്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയല്ലേ സർക്കാർ? അതെ, സ്വപ്ന പറഞ്ഞതുപോലെ തന്നെ ആ മണ്ണ് അത് ഒരു പ്രധാന ഘടകമായി തന്നെ നിൽക്കുകയാണ്. അത് എങ്ങനെ മാറ്റണമെന്ന കാര്യത്തിലടക്കം തീരുമാനമെടുക്കാൻ തന്നെയാണ് സർക്കാർ 3-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും എല്ലാം നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് 3-അംഗ സമിതിയെ നിയമിച്ചത്. ഇവർക്ക് സഹായം ചെയ്യുന്നതിനായി അവിടുത്തെ ജില്ലാ കളക്ടർ കൂടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും 5-ാം ദിവസമാണ് കള്ളാടിയിൽ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിക്രം റാണയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സോൺ 2 കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മീനാക്ഷി പുഴയ്ക്ക് സമീപത്ത് വെച്ചാണ് അതായത് രാകേഷ് കുജേതിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അതേതായാലും എംബാം ചെയ്തതിന് ശേഷം നാട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കയറ്റി അയച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു മണ്ണ് മാറ്റലിലെ നടപടികളടക്കം ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ മണ്ണുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളെല്ലാം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു സംഭവത്തിൽ ഒരു വിശദീകരണവുമായി കൊങ്കൺ റെയിൽവേ ഇന്നലെ തന്നെ രംഗത്തെത്തിയിരുന്നു. അവർ പ്രധാനമായും പറയുന്നത് അന്ന് അതിതീവ്ര മഴ ഉണ്ടായിരുന്നു. ഈ അതിതീവ്ര മഴയാണ് ഇത്തരത്തിലൊരു ദുരന്തത്തിന് കാരണം എന്നുള്ളതാണ്. അതേസമയം അവർ തീർച്ചയായും ലക്ഷ്മി, ഇതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇനി ഒരാൾ കൂടി, വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ കൂടി ഇന്നിപ്പോൾ തുടരും. അദ്ദേഹത്തെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. ലക്ഷ്മി കേട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഒരാളെ കൂടി, വിക്രം റാണ എന്ന് പറയുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ്, അദ്ദേഹത്തെ കൂടി കണ്ടെത്താനുണ്ട്. മരണം 7ആയപ്പോൾ വിക്രമിന് വേണ്ടിയുള്ള തിരച്ചിൽ കൂടി ഇന്നിപ്പോൾ തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലാവസ്ഥയടക്കം പ്രതികൂലമായ ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. മാത്രമല്ല ശാസ്ത്രീയമായ രീതിയിൽ ഈ മണ്ണ് മാറ്റുന്നതടക്കമുള്ള നടപടികളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. ലക്ഷ്മിയാണ് വിവരങ്ങളുമായി ചേർന്നത്. CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നിപ്പോൾ ഡൽഹിയിൽ ആരംഭിക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അവലോകനം പ്രധാന അജണ്ടയാണ്, കേന്ദ്ര കമ്മിറ്റിയുടെ പ്രധാന അജണ്ടയാണ്. കേരളത്തിൽ ഇത്തവണ നേരിട്ട വലിയ പരാജയത്തിന് പിന്നാലെ സംസ്ഥാനത്ത് അവലോകന യോഗം ചേർന്ന റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് തുടക്കമാകുമ്പോൾ പാർട്ടി സംസ്ഥാന ഘടകത്തിലെ ചേരിതിരിവും വിഭാഗീയതയും ചർച്ചയാകുമെന്ന് തന്നെയാണ് സൂചന. അതേസമയം വിഴിഞ്ഞത്തെ ചൊല്ലി CPMൽ പൊട്ടിത്തെറിയാണ്. പിണറായി വിജയന്റെയും MP ഗോവിന്ദന്റെയും നിലപാടിനെ തള്ളി കൂടുതൽ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. വിഭാഗീയതയെ ചൊല്ലിയുള്ള മാധ്യമ വാർത്തകളോട് എന്തായാലും തൽക്കാലം പ്രതികരിക്കേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് സംസ്ഥാന നേതൃത്വം. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനും എബിയും ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് എബിയും ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനായി. ജിഷ്ണുവിലേക്കാണ് ആദ്യം. ജിഷ്ണു, ഈ പറഞ്ഞത് ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ CPM എന്ന പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ, ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, എന്തുകൊണ്ട് തോറ്റു എന്നതിൽ ഏറ്റവും താഴെ തട്ടിൽ നിന്നടക്കമുള്ള കമ്മിറ്റികളിൽ നിന്നടക്കമുള്ള അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ ഇതെല്ലാം ഏറ്റുവാങ്ങിയാണ് ഈ പറഞ്ഞതുപോലെ അവലോകനം പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നത്. ഇതിപ്പോൾ കേന്ദ്ര കമ്മിറ്റി വളരെ വ്യക്തമായി തന്നെ പരിശോധിക്കും. ഒപ്പം പല പ്രധാനപ്പെട്ട വിഷയങ്ങളിലടക്കം പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരുന്ന, ഈ വിഴിഞ്ഞം വിഷയത്തിലടക്കം ഉയർന്നു വരുന്ന ഭിന്നത, നേതൃനിര പിണറായി വിജയനും MP ഗോവിന്ദനും അടക്കമുള്ളവർക്കെതിരെ ഉയർന്നു വരുന്ന വിമതസ്വരം, ഇക്കാര്യങ്ങളെല്ലാം ഈ CCയിൽ ചർച്ചയാകില്ലേ? സ്വപ്ന ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളത്തിലേറ്റ തെരഞ്ഞെടുപ്പ് പരാജയം തന്നെയാണ് ഈ കേന്ദ്ര കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി വരിക. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് സംസ്ഥാന തലത്തിൽ അവലോകന യോഗങ്ങൾ ചേർന്നുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ റിപ്പോർട്ട് നേരത്തെ ചേർന്ന പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ആരംഭിക്കുന്ന 3 ദിവസത്തെ CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യും. പരാജയവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാരണങ്ങളുണ്ടായി എന്ന സംസ്ഥാനത്തിന്റെ വാദങ്ങൾ പരിശോധിക്കും. നേരത്തെയും കേന്ദ്ര കമ്മിറ്റിയിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ വിഷയങ്ങൾ ഇന്ന് വീണ്ടും കേന്ദ്ര കമ്മിറ്റിക്കുള്ളിൽ ചർച്ചയാകും. അതായത് സംസ്ഥാനത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ, ഒപ്പം നിലവിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ, അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന
വിമർശനങ്ങൾ, ഇക്കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്യും. ഒപ്പം പോളിറ്റ് ബ്യൂറോ അന്തിമ രൂപം നൽകിയിട്ടുള്ള ഈ തെറ്റുതിരുത്തൽ രേഖ കൂടി ഇന്ന് ആരംഭിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. പരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ തെറ്റുതിരുത്തൽ രേഖ തയ്യാറാക്കിയിട്ടുള്ളത്. അക്കാര്യം കൂടി കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. പക്ഷേ നേരത്തെ സ്വപ്ന പറഞ്ഞതുപോലെ പിണറായി വിജയനും എം വി ഗോവിന്ദനും എതിരെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിറകെ പാർട്ടിക്കകത്തും ഒപ്പം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പോലും ഒരു മാറ്റം വേണം, പുതിയ നേതാക്കൾ നേതൃസ്ഥാനത്തേക്ക് എത്തണമെന്ന വലിയ അഭിപ്രായം ഉയർന്നിരുന്നുവെങ്കിൽ പോലും പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തുകയും എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിനെ കേന്ദ്ര കമ്മിറ്റിയുടെ തന്നെ ചില മുതിർന്ന അംഗങ്ങൾ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഈ വിഷയങ്ങളും ഇന്ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. പാർട്ടിക്ക് വലിയ തിരിച്ചടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായി. അത് പാർട്ടി നേതൃത്വത്തിനുള്ള പാർട്ടി അണികൾ പാർട്ടിയെ പാഠം പഠിപ്പിച്ചതാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് പോലും കേന്ദ്ര കമ്മിറ്റിയും ഒപ്പം CPM-ന്റെ തന്നെയാണ് പാർട്ടിക്കേറ്റ തിരിച്ചടി. അത് ഏത് രീതിയിൽ പാർട്ടി കൈകാര്യം ചെയ്യുന്നു എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ അതിനുമപ്പുറം ഈ വിഷയങ്ങളെല്ലാം പാർട്ടിക്കുള്ളിൽ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്നു, ഏത് രീതിയിൽ ഇതിനോടൊക്കെ പ്രതികരിക്കപ്പെടുന്നു എന്നതും ഈ ഒരു സമയത്ത് ശ്രദ്ധേയമാവുകയാണ്. വിഭാഗീയത ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തലപൊക്കി വലിയ പ്രതികരണങ്ങളായി പുറത്തു വരുന്ന സാഹചര്യം. അതുതന്നെയാണ് എബിയോടും ചോദിക്കാനുള്ളത്. എബി, ഈ പിണറായി വിജയൻ്റെയും എം വി ഗോവിന്ദൻ്റെയും ഒക്കെ നിലപാടിനെ തള്ളി കൂടുതൽ രണ്ടാം നിര നേതാക്കൾ, നമുക്കറിയാം KK ശൈലജയും PK ശ്രീമതിയും അടക്കമുള്ള വനിതാ നേതാക്കളടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. പക്ഷേ എന്തായാലും അതിനോടൊന്നും തൽക്കാലം പ്രതികരിക്കേണ്ട എന്ന നിലപാടിലാണോ സംസ്ഥാന നേതൃത്വം? തീർച്ചയായും ഏതാണ്ട് 22 വർഷത്തിന് ശേഷമാണ് CPM-ൽ ഇത്തരത്തിലുള്ള എതിർ ശബ്ദങ്ങൾ വീണ്ടും ഉയരുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നത്. പിണറായി വിജയന്റെ അപ്രമാദിത്യം, ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു തലയെടുപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനൊക്കെയും ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പാർട്ടി ഇത്തവണ നേരിട്ട വലിയ പരാജയം, അതിനുശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് താഴെ തട്ട് മുതൽ തന്നെ അത്തരത്തിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയർന്നിരുന്നു. എം വി ഗോവിന്ദനെതിരെയും പിണറായി വിജയനെതിരെയും തന്നെയായിരുന്നു. അവരുടെ നേതൃത്വത്തിന് ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു കീഴ്ഘടകങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ വിമർശനങ്ങൾ ഉയർന്നു വന്നത്. അതിനുശേഷം ഈ സർക്കാരിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് തന്നെയാണ് വിഴിഞ്ഞം സംഭവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ട് വന്നത്. ആ പ്രധാനപ്പെട്ട വിഷയത്തിലാണ് ഇത്തരത്തിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വിഴിഞ്ഞത്ത് അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ പിണറായി വിജയന്റെയും എം വി ഗോവിന്ദന്റെയും ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള KK രാഗേഷ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി, അദ്ദേഹം ഈ വിഷയത്തിൽ ദിവ്യ S അയ്യരെ മാറ്റിയത് അഴിമതി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു പരാമർശം നടത്തുന്നു. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഉണ്ടാകുന്നു. അതിനെതിരെയാണ് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം, അല്ലെങ്കിൽ ആ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് നേതാക്കൾ രംഗത്ത് വരുന്നത്. EP ജയരാജനാണ് അതിന് തുടക്കം വെച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ വിഷയത്തിൽ അങ്ങനെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞത്തെ ഏതെങ്കിലും തരത്തിൽ ഒരു അഴിമതിയുടെ നിഴലിലേക്ക് നിർത്തേണ്ടതില്ല, വിവാദത്തിന്റെ നിഴലിലേക്ക് നിർത്തേണ്ടതില്ലല്ലോ എന്നതായിരുന്നു EP-യുടെ ചോദ്യം. അതിന് തൊട്ട് പിന്നാലെ തന്നെ KK ശൈലജയും PK ശ്രീമതിയും ഒക്കെ തന്നെ ആ നിലപാട് ആവർത്തിച്ച് ഒരു പടി കൂടി കടന്ന് KK ശൈലജ പറഞ്ഞത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അത് ഉന്നയിക്കേണ്ട തന്നെ കാര്യമില്ല, മറിച്ച് സർക്കാർ മാറുമ്പോൾ സ്വാഭാവികമായി ഉദ്യോഗസ്ഥരെ മാറ്റുന്നത് ഒരു സ്വാഭാവിക നടപടി മാത്രമാണ്. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അത് തെളിയിക്കാനുള്ള ബാധ്യത കൂടി അവർക്കുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുമ്പോൾ ഈ പിണറായി വിജയന്റെയും എം വി ഗോവിന്ദന്റെയും ഒക്കെ നിലപാട്, അതിനെ പഞ്ചപുച്ഛമടക്കി നിന്നിരുന്ന ആ ഒരു സ്ഥിതി, അതിൽ മാറ്റം വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയ്ക്കാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നത്. പാർട്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്ന, സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയത്തിലാണ് ഇത്തരത്തിൽ എതിരഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത് എന്നതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടക്കുമ്പോഴും അതിനോട് ഇനി കൂടുതലൊന്നും തന്നെ പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളതാണ് നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനമെന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് ആരംഭിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയങ്ങളൊക്കെ തന്നെയും ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. സ്വപ്ന, ശക്തമായ ഈ തിരുത്തൽ നടപടികളോടുകൂടി തിരിച്ചു വരുമെന്ന് തന്നെയാണ് പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതെല്ലാം ആ തിരുത്തൽ നടപടികളുടെ ഭാഗമാണോ എന്നാണ് എന്തായാലും അറിയേണ്ടത്. ഇവ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. നമ്മുടെയൊന്നും മനസ്സിൽ നിന്ന് ഒരുപക്ഷെ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ മായുന്ന മോഹമല്ല അതിവേഗ റെയിൽപാത എന്നത്. റെയിലിൻ്റെ കുറ്റികളെല്ലാം പിഴുതെറിഞ്ഞു. പക്ഷേ നമുക്ക് അതിവേഗ റെയിൽപാത, അതിവേഗം ബഹുദൂരം പോകണം, ആ ആഗ്രഹം ഉള്ളിൽ തന്നെയുണ്ട്. എന്തായാലും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അടുത്തയാഴ്ച വരാനിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ പുറത്തു വരുന്നത്?
തീർച്ചയായും സിൽവർ ലൈനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ തന്നെ UDF ഉന്നയിച്ചിരുന്നു. ആ പദ്ധതി നടപ്പിലാക്കുന്നതിൽ കർശനമായിട്ടുള്ള എതിർപ്പ് അറിയിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ അതിനെ കേരളയിൽ വിരുദ്ധ സമിതി ഉൾപ്പെടെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോഴും CPM-ന്റെ ഒരു ക്യാമ്പയിൻ നിലനിൽക്കുന്നത് വികസന വിരുദ്ധരാണ് എന്നുള്ള നിലയിലായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു പദ്ധതി അതിനെ എതിർത്തെങ്കിൽ പോലും മറിച്ച് അതിന് ബദലായിട്ടൊരു പദ്ധതി വേണം എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവും സർക്കാരിനില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ശ്രീധരൻ കൊണ്ടുവന്ന ആ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇന്നലെ മുഖ്യമന്ത്രിയുമായി വിദഗ്ധ സമിതി അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ പദ്ധതി നമുക്ക് നടത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തലായി പറഞ്ഞത്. പക്ഷേ ഏതാണ്ട് 60,000 കോടിയുടെ പദ്ധതിയാണ്. പക്ഷേ ആ ഒരു എസ്റ്റിമേറ്റിൽ ആ ഒരു പദ്ധതി പൂർത്തിയാക്കാൻ കഴിയില്ല. കൂടുതൽ തുക ഇതിനായി ചെലവഴിക്കേണ്ടി വരും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. ഒപ്പം തന്നെ പാരിസ്ഥിതിക ആഘാത പഠനം ഉൾപ്പെടെ നടത്തേണ്ട സാഹചര്യമുണ്ട്. അതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടാൻ തന്നെയാണ് സമിതിയുടെയും തീരുമാനമെന്ന് പറയുന്നത്. ഇത് തൂണുകളിലൂടെയാണ് ഈ പദ്ധതി അല്ലെങ്കിൽ ഈ ട്രെയിൻ കടന്നു പോകുന്നത് എങ്കിൽ പോലും കേരളത്തിൻ്റെ മണ്ണിൻ്റെ വിവിധ പ്രശ്നങ്ങളൊക്കെ തന്നെയുമുണ്ട്. പല സ്ഥലത്തും പല രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ തൂണുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെയുമുണ്ട്. അതൊക്കെയും പദ്ധതിയുടെ ചെലവ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ചെലവ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി തന്നെ ഉയർന്നു വരുന്ന ക്രൗഡ് ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ചർച്ചയിലുണ്ട് എങ്കിൽ പോലും അത് ഏത് വിധേന ഈ പണം കണ്ടെത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമായി ചോദ്യം അല്ലെങ്കിൽ നമുക്ക് മുന്നിലുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് വിദഗ്ധ സമിതി നൽകിയത്. തീർച്ചയായും അത് തന്നെയാണ് പ്രതീക്ഷ നൽകുന്നത്. അതിവേഗ റെയിൽ പാതയിൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് അടുത്ത ആഴ്ച വരാനിരിക്കെ വിദഗ്ധ സമിതി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ നീക്കുപോക്കുകളൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഇബിയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് ലക്ഷ്മിയിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. കോഴിക്കോട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ തകർന്നു വീണ ക്ലോക്ക് ടവറിൻ്റെ അപകടാവസ്ഥയിലുള്ള ആ ബാക്കി ഭാഗങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. കെട്ടിടത്തിന് മുകളിലേക്ക് തൊഴിലാളികളെ കയറ്റിയാണ് ടവറിൻ്റെ ബാക്കി ഭാഗങ്ങൾ പൊളിച്ചു നീക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. ലക്ഷ്മിയിലേക്ക് പോകാം. ലക്ഷ്മി, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങേയറ്റം ഭാഗ്യമെന്ന് വേണം പറയാൻ. അന്ന് ആ ക്ലോക്ക് ടവർ വീണപ്പോൾ അതിനിടയിൽ മറ്റ് യാത്രക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഒരു സാഹചര്യം. പക്ഷേ ഇനിയും അതിൻ്റെ ആ ക്ലോക്ക് ടവറിൻ്റെ ബാക്കി നിൽക്കുന്ന ഭാഗം പൊളിച്ച് നീക്കുന്നതും അല്പം സങ്കീർണമായ ഒരു പ്രവൃത്തിയാണ് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഏത് രീതിയിൽ എങ്ങനെ ബാക്കി ഭാഗം കൂടി മാറ്റാനാണ് അധികൃതരുടെ ഒരു നീക്കം? ഏതെങ്കിലും തരത്തിലുള്ള ട്രെയിൻ നിയന്ത്രണമടക്കം ഉണ്ടോ? സ്വപ്നം സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രമകരമായ ദൗത്യമായിരുന്നു. എന്നാൽ പോലും ഈ കഴിഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ, അതായത് ഇന്നലെ തന്നെ ഇതിന്റെ മുകൾ ഭാഗം പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾക്ക് ദൃശ്യങ്ങൾ കാണാൻ മുകൾ ഭാഗം പൂർണ്ണമായിട്ടും മാറ്റിയിട്ടുണ്ട്. ഇനി അടിഭാഗത്തേക്കുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇനി മാറ്റാനുള്ളത്. ഏതായാലും ഇന്ന് ഒരു വൈകുന്നേരത്തോടു കൂടിയിട്ട് ഏകദേശം ഇത് പൊളിച്ചു നീക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ അവശിഷ്ടങ്ങൾ ഇനി മറ്റു ഭാഗങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഈ ഒരു രണ്ടാമത്തെയും അതുപോലെ തന്നെ മൂന്നാമത്തെയും പ്ലാറ്റ്ഫോമിലുള്ള അതിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും സംഭവത്തിൽ റെയിൽവേ റെയിൽവേയുടെ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊരു അപകടം, അതായത് ഈ ഒരു അപകടം നടക്കുന്ന സമയത്ത് ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ യാത്രക്കാർ എത്താതിരുന്നത് തന്നെ വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇനി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവാതിരിക്കാൻ തന്നെയാണ് റെയിൽവേ ഇത്തരത്തിലൊരു നടപടി, അതായത് അന്വേഷണത്തിലേക്ക് അടക്കം കടക്കുന്നത്. ഏതായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെയും നാലാമത്തെയും ട്രാക്കിലൂടെയാണ് നിലവിൽ ഇപ്പോൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് ട്രെയിൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ട്രെയിൻ പോകുന്നത് കൊണ്ട് തന്നെ യാത്രക്കാർക്കും ബുദ്ധിമുട്ടുകളൊന്നും നേരിട്ടുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും 3 മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ ഈ ഒരു ക്ലോക്ക് ടവറിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്ന് ഇത് പൊളിച്ചു നീക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ കരാർ കമ്പനി അത് കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് ഒരു റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് പൂർണ്ണമായും പൊളിച്ചു നീക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ക്ലോക്ക് ടവറിൻ്റെ ആ ബാക്കിയുള്ള ഭാഗങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ കൂടുതൽ അപകടങ്ങളൊന്നും സംഭവിക്കാതെ മുകളിൽ നിന്ന് ഉദ്യോഗസ്ഥർ അതിൻ്റെ ഈ തൊഴിലാളികൾ അതിൻ്റെ മുകളിൽ കയറ്റി സാവധാനം അത് ബാക്കിയുള്ള ആ ഭാഗങ്ങൾ പൊളിച്ചു നീക്കുന്ന നടപടികൾ തുടരുകയാണ്. എന്തായാലും
ട്രെയിനുകൾക്ക് ചില നിയന്ത്രണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1, 2, 3 ട്രാക്കുകളിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. മാത്രമല്ല ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ 1-ാം പ്ലാറ്റ്ഫോമിലൂടെയും മംഗലാപുരം ഭാഗത്തേക്കുള്ളവ 4-ാം പ്ലാറ്റ്ഫോമിലൂടെയും ഇപ്പോൾ വഴി തിരിച്ചുവിടുന്ന സാഹചര്യമാണ്. ഇറാൻ US സംഘർഷം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രൂക്ഷമായതിനിടെ ഇറാനുമേൽ പുതിയ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയാണ് അമേരിക്ക. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖംനയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സുകൾ കൈകാര്യം ചെയ്യുന്ന അലി അൻസാരിയെയും മറ്റ് 13 വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് അമേരിക്ക സാമ്പത്തിക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇറാൻ ഭരണ നേതൃത്വത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് തന്നെയുണ്ട്. വ്യവസ്ഥകൾ ലംഘിച്ചാൽ, അതായത് ഇവർ തമ്മിൽ ഒരു സമാധാന കരാറിലേക്ക് എത്താനുള്ള കരട് ധാരണയിലെത്തിയിരുന്നു, അതിലുള്ള വ്യവസ്ഥകൾ ലംഘിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ചർച്ചകൾ തുടരാൻ ആവശ്യപ്പെട്ടു എന്ന ട്രംപിന്റെ അവകാശവാദവും ഇറാൻ പാടെ തള്ളുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ സന്ദർശനം പൂർത്തിയാക്കി ന്യൂസിലൻഡിലെത്തി. മോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ലാപ്പിലാണ് ന്യൂസിലൻഡിലെത്തിയത്. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ വിമാനത്താവളത്തിലെത്തി മോദിയെ സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന 2 ദിവസത്തെ സന്ദർശനത്തിൽ വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം, കായികം തുടങ്ങിയ മേഖലകളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. അതേസമയം രാജീവ് ഗാന്ധിക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലാൻഡിൽ എത്തുന്നത് ഇതാദ്യമാണ്. അയോധ്യയിലേത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സംഭാവന കൊള്ളയെന്ന KC വേണുഗോപാൽ. കേരളത്തിലടക്കമുള്ള ഭക്തജനങ്ങൾ നൽകിയ അവരുടെ കാണിക്കയാണ് കൊള്ളയടിക്കപ്പെട്ടത്. ഇതെല്ലാം അനുവദിച്ചത് അവിടുത്തെ ട്രസ്റ്റ് ഭാരവാഹികളാണ്. പ്രധാനമന്ത്രി സഭയിൽ വിഷയത്തിൽ മറുപടി പറയണമെന്ന ആവശ്യം തങ്ങൾ ഉന്നയിക്കുമെന്നും KC ഗുരുവായൂരിൽ പറഞ്ഞു. RSS അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ അവർ ജനങ്ങളിൽ നിന്നും പിരിവ് നടത്തി മറ്റെല്ലാ ഭക്തജനങ്ങളും വിശ്വാസം അർപ്പിച്ച ഒരു ക്ഷേത്രമാണ് രാമക്ഷേത്രം. ആ കാണിക്കയിലിട്ടിരിക്കുന്ന സംഭാവനകളാണ് ഇപ്പം കൊള്ളയടിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന സാധാരണക്കാരായ ഭക്തജനങ്ങൾ, നമ്മുടെ കേരളത്തിലടക്കമുള്ള ഭക്തജനങ്ങൾ അവരുടെ പാവപ്പെട്ടവരുടെ ഭാഗമായി അവർ സംഭരിച്ച പണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അമ്പലത്തിലേക്ക് നൽകിയതാണ് ഇപ്പോൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. സ്വർണവും കൊള്ളയടിക്കപ്പെട്ടു, പണവും കൊള്ളയടിക്കപ്പെട്ടു. ഈ കൊള്ള നടത്താൻ അനുവാദം കൊടുക്കുകയും അതിന് എല്ലാവിധ പ്രേരണ ശക്തിയുമായത് അവിടുത്തെ ട്രസ്റ്റ് ഭാരവാഹികൾ തന്നെയാണ്. ആരാണ് ട്രസ്റ്റ് ഭാരവാഹികൾ? ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിച്ച് നിയമിച്ചിട്ടുള്ള ആളുകളാണ് ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ. കേന്ദ്ര ഗവൺമെൻറ്റാണ് നിയമിച്ചിരിക്കുന്നവരെ. സുപ്രീം കോടതി മേൽനോട്ടത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റാണ് സ്ഥലം അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും പ്രധാനമന്ത്രി മൗനമാണ്. വിപണി വിലയിരുത്തലാണ്. ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കി വീണ്ടും പശ്ചിമേഷ്യയിൽ സംഘർഷം പുകയുകയാണ്. വീണ്ടും ഒരു ഊർജ്ജ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ലോകത്തെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട്. എങ്ങനെയാണ് പോയ വാരം വിപണിയെ വിലയിരുത്താൻ സാധിക്കുക? വരും ദിവസങ്ങളിലും വിപണിയിൽ മുന്നേറ്റം തുടർന്നേക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഒരാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത്. ഇടയ്ക്ക് ട്രംപിൻ്റെ ചില പ്രതികൂല പ്രസ്താവനകൾ ആഗോള വിപണികളെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ വിപണിയിലും ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും കഴിഞ്ഞ 2 ദിവസവും തുടർച്ചയായി നേട്ടത്തിലെത്തുക വഴി വിപണിയിൽ ഒരു അനുകൂല സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചെറുകിട നിക്ഷേപകരാണ് കഴിഞ്ഞ 2 ദിവസവും വളരെ പ്രതികൂലമായി വിപണിയിൽ ഇടപെട്ടിരുന്നെങ്കിൽ നിക്ഷേപ സ്ഥാപനങ്ങൾ വളരെ അനുകൂലമായി തന്നെ വിപണിയിൽ ഇടപെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിൽപ്പനയുടെ തോത് ഗണ്യമായി കുറഞ്ഞു എന്ന് മാത്രമല്ല, ചില ദിവസങ്ങളിൽ അവർ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലുമായിരുന്നു. ഇന്നലെയും വലിയ തോതിലുള്ള നിക്ഷേപമാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തും ഉണ്ടായത്. ഏതാണ്ട് 2600 കോടി രൂപയുടെ നിക്ഷേപം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയപ്പോൾ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ സമാനമായ രീതിയിൽ നിക്ഷേപം വിപണിയിൽ നടത്തുക വഴി വിപണിയിൽ ഒരു അനുകൂല ഘടകം സാധ്യത രൂപപ്പെട്ടു എന്ന് വേണം കരുതാൻ. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളാണ് ഇതിന് ഏറ്റവും പ്രേരകമായി പ്രവർത്തിച്ചത്. TCSന്റെ പ്രവർത്തന ഫലം വളരെ മികച്ചതായിരുന്നു. ഒപ്പം തന്നെ ബാങ്കിങ് മേഖലയിൽ ഇന്ത്യൻ ബാങ്കിന്റെ പ്രവർത്തന ഫലവും വളരെ മികച്ചതായിരുന്നു. ഈ 2 പ്രവർത്തന ഫലങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുകൂല ഘടകം തന്നെയാണ് ഈ ഒരാഴ്ചയുടെ അവസാനം വിപണിയെ മുന്നോട്ട് നയിക്കുന്നതിൽ പ്രേരകമായി പ്രവർത്തിച്ചത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ സമ്മർദ്ദത്തിലായിരുന്നു IT മേഖല. ബാങ്കിങ് മേഖലയിലും ഏറെക്കുറെ വിൽപ്പന പ്രകടമായിരുന്നു. ഈ 2 മേഖലയിലും വളരെ മോശപ്പെട്ട രീതിയിൽ പ്രതീക്ഷിച്ചിരുന്ന പ്രവർത്തന ഫലങ്ങളിൽ വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തന ഫലം ഈ 2 മേഖലകളിൽ നിന്നും ഉണ്ടായി എന്നത് തന്നെ മറ്റ് മേഖലകളുടെ പ്രവർത്തന ഫലങ്ങൾ ഇതിൽ മികച്ചതായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു
പ്രതീക്ഷ വിപണിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയുടെ ഒരു ബലത്തിലാണ് കഴിഞ്ഞ ഈ ഒരു വെള്ളിയാഴ്ച മികച്ച രീതിയിൽ വിപണിയിൽ വ്യാപാരം അവസാനിപ്പിക്കാൻ കാരണമായത്. പ്രധാന സാങ്കേതിക നിലവാരമായി 24,200 എന്ന നിലവാരത്തിന് മുകളിലാണ് മുൻനിര സൂചിയായ നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇത് വരും ദിവസങ്ങളിൽ 24,500 എന്നുള്ള നിലവാരം മറികടന്ന് വ്യാപാരം നടക്കുമെന്നുള്ള പ്രതീക്ഷ വളർത്തിയിട്ടുമുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ തുടരാം. ഒപ്പം തന്നെ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും ആഗോള വിപണികളിലെ നീക്കങ്ങളും നിർണായകമായിരിക്കും. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ കൂടുതൽ വരാനിരിക്കെ ഓഹരി അധിഷ്ഠിതമായ നീക്കങ്ങളും അതാത് മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങളും അടുത്തയാഴ്ച വിപണിയിൽ കൂടുതൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം. നന്ദി ശ്രീ ദിലീപ്. കൊച്ചി മറൈൻ ഡ്രൈവിലെ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ഉദ്ഘാടനം ഇന്നാണ്. മൈജിയുടെ ബ്രാൻഡ് അംബാസഡറും മലയാളത്തിന്റെ പ്രിയ താരവുമായ മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഷോറൂം ഉദ്ഘാടനം ചെയ്യും. ഓരോ ഉൽപ്പന്നവും എക്സ്പീരിയൻസ് ചെയ്ത് ഷോപ്പ് ചെയ്യാനുള്ള സൗകര്യമാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോടിന് പിന്നാലെ കേരളത്തിൽ രണ്ടാമത്തെ എപ്പിക് ഷോറൂമാണ് മൈജി നാളെ കൊച്ചിയിൽ തുറക്കുന്നത്. എക്സ്പീരിയൻസ് ഫസ്റ്റ് ദെൻ ഷോപ്പ് എന്ന ആശയവുമായാണ് ഷോറൂമുകളുടെ പ്രവർത്തനം വിപുലീകരിച്ചിരിക്കുന്നത്. 35,000 ചതുരശ്രയടിയിൽ 2 നിലകളിലായി എറണാകുളത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസ് ഷോറൂമാണ് മൈജിയുടേത്. മൈജി ബ്രാൻഡ് അംബാസഡർ മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ലോകോത്തര ബ്രാൻഡുകളുടെ ഏറ്റവും പുതിയ ടെക്നോളജിയും വിപുലമായ കളക്ഷനുകളും ഒറ്റക്കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നതാണ് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം. എല്ലാ ഹോം അപ്ലയൻസുകളും പരീക്ഷിച്ചറിയാൻ സഹായിക്കുന്ന പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, ഗെയിമിംഗ് പ്രേമികൾക്ക് ആവേശം പകരുന്ന ഗെയിമിംഗ് സോൺ, ഡ്രീം കിച്ചൺ പ്ലാൻ ചെയ്യുന്നവർക്കുള്ള ലൈവ് കിച്ചൺ, ആധുനിക വീടുകളെ ഡിജിറ്റൽ സംവിധാനങ്ങളുമായി സംയോജിപ്പിക്കുന്ന ഹോം ഓട്ടോമേഷൻ സോൺ എന്നിവ ഇവിടെ സജ്ജമാണ്. വിവിധ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് ലൈനപ്പുള്ള ഒരു ഷോറൂമാണിത്. വിവിധ ഈ പറഞ്ഞ കിച്ചൺ അപ്ലയൻസസ് പോലെ, ക്രോക്കറി പോലെയുള്ള ഒരുപാട് പ്രത്യേകതകൾ കസ്റ്റമേഴ്സിന് ഏറ്റവും എക്സ്പീരിയൻസ് കിട്ടാനും അവരെ ലൈക്ക് ചെയ്യാനും അവർക്ക് ഇഷ്ടപ്പെടാനുമുള്ള പ്രൊഡക്റ്റുകൾ നമ്മളോട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഈ സ്റ്റോറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ മറ്റാർക്കും നൽകാനാവാത്ത ഒരു ഏറ്റവും വമ്പിച്ച ഓഫറാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. വിവിധ ഫൈനാൻഷ്യൽ ബ്രാൻഡുകളുടെ ക്യാഷ് ബാക്കുകളും EMIയും എല്ലാം തന്നെ സൗകര്യമാണ്. അതേപോലെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു മൈജി കെയർ. കാരണം എവിടെ നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റുകൾ റിപ്പയർ വന്നാലും ആ റിപ്പയർ വിത്തിൻ ടൈമിൽ നമ്മളിവിടെ നേരാക്കി കൊടുക്കുന്നതാണ്. ഹൈടെക് റിപ്പയർ സർവീസ് സെൻറ്ററും നമ്മളിലുണ്ട്. അപ്പോൾ ഏത് രീതിയിലെയും നമുക്കിവിടെ നമ്മുടെ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോറാണ്. അതേപോലെ തന്നെ എക്സ്ചേഞ്ചിനും നമ്മൾ ഒരുപാട് ഓഫേഴ്സുകൾ കൊടുക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ ഇറക്കുമതിയിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം ഷോറൂമിലുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച മികച്ച വിലക്കുറവിൽ സ്മാർട്ട് ഫോൺ മുതൽ ഗൃഹോപകരണങ്ങൾ വരെ സ്വന്തമാക്കാനുള്ള അവസരവും മൈജി ഒരുക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. വ്യാജ പീഡന പരാതികൾ നമ്മുടെ കേരളത്തിൽ കൂടുകയാണ്. ഈ വ്യാജ പീഡന ആരോപണങ്ങൾക്ക് പിന്നിലുള്ള ചേതോവികാരം എന്താണ്? വനിതാ ജംഗ്ഷൻ പരിശോധിക്കുന്നു. നമസ്കാരം. 13 വയസ്സുകാരിയുടെ അതിബുദ്ധിയിൽ തോന്നിയ ഒരു ഐഡിയ. പ്രണയം തകർന്നതിന്റെ പ്രതികാരം തീർക്കാൻ കണ്ടുപിടിച്ച വഴി. ആ ബുദ്ധിയിൽപ്പെട്ടു പോയത് പ്രായപൂർത്തിയാകാത്ത സഹപാഠികളാണ്. 13കാരിയുടെ വ്യാജ പീഡന പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയോ? ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ എന്ന് പരിശോധിക്കുന്നത്. ഒരു 13കാരിയായ പെൺകുട്ടി, അതായത് 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടി വ്യാജ പരാതി കൊടുത്ത് 10ഓളം ആൺകുട്ടികളെയും ആണുങ്ങളെയും കൊടുക്കുന്ന ഒരു ദുരവസ്ഥ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. അത് ഏറ്റവും വേദനാജനകമാണ്. പോലീസുകാർക്കെതിരെ, അതായത് പ്രത്യേകിച്ച് ഈ 20 വയസ്സുള്ള പയ്യനെ മർദ്ദിച്ച ആ പോലീസുകാരനെതിരെ നടപടി ഉണ്ടാകണം. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ, സ്കൂൾ കുട്ടികളെ, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ മാതാപിതാക്കളുടെ അല്ലാത്ത സമക്ഷത്തിലല്ലാതെ ചോദ്യം ചെയ്തതും മറ്റും ഗൗരവമായ തെറ്റ് തന്നെയാണ്. വേണ്ട രീതിയിൽ നിയമക്രമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല. അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. ഞാൻ ആ വീട്ടുകാരോട് നിങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനെയും അപ്രോച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട്. അതായത് പത്തനംതിട്ടയിൽ 13കാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചു. 10 പ്രതികൾ എന്ന് പറഞ്ഞ് കേസ് രജിസ്റ്റർ ചെയ്തത് 10 പ്രതികളായിരുന്നു അതിൽ ഉൾപ്പെട്ടിരുന്നത്. അതിൽ 2 പേർ പ്രായപൂർത്തി ആയവരാണ്. പിന്നീട് ആ അന്വേഷണം പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വ്യാജ പരാതിയായി മാറുന്നു. അപ്പോൾ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അത് തിരുത്തി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ ആദ്യം ആ വാർത്ത നമ്മൾ ശ്രമിച്ചപ്പോൾ അത് നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. പിന്നീട് അതിൻ്റെ നിജസ്ഥിതി കണ്ടെത്തി വന്നപ്പോഴത്തേക്ക് എല്ലാം മാറി മറിയുന്ന
കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വ്യാജ പരാതിയിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ, അല്ലെങ്കിൽ ഇനി ഭാവി തലമുറയെ നയിക്കേണ്ട ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ ഒക്കെ പെടുന്ന ഒരു അവസ്ഥ. എങ്ങനെയാണ് ഈ ഒരു വാർത്തയെ നമ്മൾ നോക്കിക്കാണേണ്ടത്? എന്നെ അത്ഭുതപ്പെടുത്തിയത് വേറൊന്നുമല്ല, ആ കുട്ടിയുടെ പ്രായമാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരാളോട് അങ്ങനെയൊക്കെ പക വീട്ടാമെന്നുള്ളൊരു ധാരണ ചെറിയൊരു കുട്ടിക്ക് വരെ ഉണ്ട് എന്നുള്ളിടത്താണ് ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്ത വരുന്നത്. ശരിക്കും പലർക്കും അറിഞ്ഞിടാത്തൊരു കാര്യമുണ്ട്. പോക്സോ അടക്കം ഒരുപാട് വകുപ്പുകൾ ഉണ്ട്. ആ വകുപ്പുകളൊക്കെ ചുമത്തപ്പെട്ട് ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്നറിയാം. പക്ഷേ പോക്സോ നിയമത്തിലെ വകുപ്പ് 22 പ്രകാരം ഒരാൾക്കെതിരെ മനഃപൂർവ്വം വ്യാജ പരാതി നൽകിയാൽ 6 മാസം വരെ തടവ് അല്ലെങ്കിൽ പിഴയുണ്ട്, അല്ലെങ്കിൽ അത് രണ്ടും കൂടെ ചേർത്തുള്ള ശിക്ഷ. അപ്പോൾ ഇത്തരത്തിലുള്ള ശിക്ഷകൾ കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണുന്നത് വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ കേസിൽ തന്നെ നമുക്ക് എടുക്കാം, പ്രണയ നൈരാശ്യം അല്ലെങ്കിൽ അതിനോടുള്ളൊരു പക, അത്തരത്തിൽ ഇതുപോലെ എന്തെങ്കിലും വൈരാഗ്യത്തിൻ്റെ പേരിൽ പല സ്ത്രീകളും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് പുരുഷന്മാർക്കെതിരെ. ഏറ്റവും ദുഃഖകരമായൊരു കാര്യം, ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിവാഹമോചന കേസിൽ കുട്ടികളെ വിട്ടുകിട്ടുന്നതിനായിട്ട് ഭർത്താവിനെതിരെ പോക്സോ കേസ് ചുമത്തുന്ന ഭാര്യമാരുണ്ട്. അത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ പോക്സോ കേസിൽ പെടുത്തുകയാണ്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോഴേക്കും നമുക്ക് ആലോചിച്ചുകൊണ്ട് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരാളുടെ ജീവിതം ഇല്ലാതാക്കി തീർക്കുന്ന ഒരവസ്ഥ. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും കണ്ടുവരുന്നു എന്നുള്ളത് വേദനിപ്പിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോഴൊക്കെ തന്നെയാണ് ആ പുരുഷ കമ്മീഷൻ്റെ ഒരു ആവശ്യം അത് എത്രത്തോളം പ്രസക്തമാണ്, രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ വാദിക്കുന്നത് എത്രത്തോളം പ്രസക്തമാണെന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിച്ചു പോകുന്നത്. അതെ, ഈ കുട്ടി സഹോദരിയോടാണ് ഇത് ആദ്യം പറയുന്നത്. സഹോദരിയാണിത് ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ അറിയിക്കുകയും അവർ പിന്നെ ആ ഒരു കേസ് പോലീസിലേക്ക് കൈമാറുന്നതും ഈ ചൈൽഡ് ഹെൽപ്പ് ലൈനാണ്. അപ്പോൾ ഈ സഹോദരിയും ചേർന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ഇത്തരത്തിലൊരു വ്യാജ പരാതി നൽകുന്നത്. നമുക്ക് ഇവിടെ ഏറ്റവും കാണേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ പരാതി നൽകിയ വിദ്യാർത്ഥികളുടെ വീട്ടിലെ ഒരു അവസ്ഥ, നാട്ടുകാർ അവരെ ഇനി എങ്ങനെയാണ് നോക്കിക്കാണുക എന്നുള്ളതാണ്. എത്രത്തോളം തങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും നാട്ടുകാരൊക്കെ അത് വിശ്വസിക്കുമോ എന്നുള്ള കാര്യമാണ്. നമുക്കറിയാം, കുടുംബത്തിൻ്റെയൊക്കെ ബൈറ്റുകളും പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ ആ ഒരു ഇടയിൽ കേട്ടതാണ്. ഈ വ്യാജ കേസ് എന്ന് വന്ന സമയത്തൊക്കെ നാട്ടുകാരുടെയും കുടുംബത്തിലെ മാതാപിതാക്കളുടെയൊക്കെ ബൈറ്റുകൾ കേട്ടതാണ്. കാരണം ഈ കുട്ടികളോട് മറ്റു കുട്ടികൾ സംസാരിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ പറയുന്നത് ഈ കുട്ടികളോട് സംസാരിക്കരുത്. അപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ, കുട്ടികളും പറയുന്നുണ്ട് ഇനി ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അത് എത്രത്തോളം വിശ്വസിക്കും എന്നുള്ള കാര്യമാണ്. അവരുടെ ഒരു മാനസികാവസ്ഥയാണ് ഏറ്റവും കൂടുതൽ കാണേണ്ടത്. നമ്മൾ അവർ അനുഭവിച്ച ആ ഒരു സമയത്തെ, അല്ലെങ്കിൽ കുറച്ച് സമയമാണെങ്കിൽ പോലും, കുറച്ച് മണിക്കൂറുകളാണെങ്കിൽ പോലും അവർ അനുഭവിച്ച ഒരു വേദനയുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും കൂടുതലായിരിക്കും എന്തായാലും. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ആരെങ്കിലും കുറിച്ച് കുറ്റം കേട്ട് കഴിഞ്ഞാൽ അത് ഏറ്റുപാടാൻ, മറ്റുള്ളവരുമായിട്ട് അത് കൂടുതൽ സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സമൂഹം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കേസുകൾ അറിയുമ്പോൾ അവരത് എല്ലാവരുമായി പാടി നടക്കും. പക്ഷേ അയാൾ തെറ്റുകാരനല്ല എന്ന് പറയുമ്പോൾ ഒരിക്കൽ ഇവർ തിരുത്തുന്നില്ല. അപ്പോൾ ആ സമൂഹത്തിന് മുന്നിൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ അവരുടെ കുടുംബം അനുഭവിക്കുന്നൊരു വേദന എന്ന് പറയുന്നത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ഒരു വേദന, അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ വളരെ വലുതാണ്. അപ്പോഴും ഈ കുട്ടി ചിന്തിക്കുന്നില്ല കുട്ടി ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത്. ശരിക്കും പറഞ്ഞാൽ ക്രിമിനൽ മൈൻഡ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഒരു പ്രായത്തിൽ 13 വയസ്സ് എന്ന് പറയുന്നത് അത്ര വലിയ പ്രായമൊന്നുമല്ല. ആ വയസ്സിൽ ചിന്തിക്കേണ്ടതിൻ്റെ അപ്പുറം ചിന്തിച്ചു കൂട്ടിയിട്ടുള്ള ഒരു പകയാണെങ്കിൽ പോലും ചിന്തിച്ചു കൂട്ടേണ്ടതിൻ്റെ അപ്പുറത്ത് ചിന്തിച്ചു കൂട്ടിക്കൊടുക്കുന്ന ഒരു കേസാണ്. അപ്പോൾ ഈ കുട്ടികളൊക്കെ വലുതാകുമ്പോൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുക, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഏത് തരത്തിലേക്ക് പോകും എന്നത് ഇപ്പോൾ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. തീർച്ചയായും ഇവിടെയൊക്കെയാണ് ഈ കോടതികളുടെ ഇടപെടൽ നമ്മൾ കാണേണ്ടത്. കാരണം കോടതിക്ക് വരെ തിരുത്തേണ്ടി വരുന്നു. കോടതി പറയുകയാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വ്യക്തിഹത്യ നടത്താനല്ല, അല്ലെങ്കിൽ ആരെയും ചൂഷണം ചെയ്യാൻ വേണ്ടിയല്ല എന്ന് കോടതി അന്വേഷണ ഉദ്യോഗസ്ഥരോടടക്കം പറയുകയാണ്. കാരണം അവർ പോലും ഇതിൽ ഒരു തരത്തിൽ ഭാഗമാകുന്നുണ്ട് അല്ലേ. പെട്ടെന്നൊരു കേസ് വരുമ്പോൾ ആര് ചിന്തിച്ചു ഈ ഒരു കുട്ടിക്കെതിരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എടുത്തു ചാടിയുള്ളൊരു പ്രവർത്തനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഈ ഒരു പയ്യൻ്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ അവൻ ഹൃദ്രോഗിയാണ്. ആ പയ്യനെ ഭയങ്കരമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഉപദ്രവിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ നടപടിയൊക്കെ എടുത്തിട്ടുണ്ട്. എങ്കിൽ കൂടി അവൻ അനുഭവിച്ച വേദന ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും ആ ഒരു വേദന എന്ന് പറയുന്നത് അത് ആരോട് പറഞ്ഞാൽ തീരുമല്ലേ.
അതെ, ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ എനിക്ക് അപ്പോൾ ഓർമ്മ വരുന്നത് ഈ അന്വേഷണ സംഘത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ പോക്സോ ആക്ട് നിലവിൽ വരുന്നത് പോലും 2012 ആ ആക്റ്റിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ പോക്സോ കേസിൽ ആര് വന്ന് മൊഴി നൽകുന്നു അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ FIR ഇടണം എന്നതാണ് ചട്ടം. അതിൽ വീഴ്ച വരുത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൃത്യമായ നടപടി സ്വീകരിക്കും എന്നുള്ളത് പോലും ആക്റ്റിൽ പറയുന്നു. അപ്പോൾ അത്തരത്തിൽ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ഉദ്യോഗസ്ഥർക്ക് പഴി കേൾക്കേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലൊരു മൊഴി അല്ലെങ്കിൽ ഒരു പരാതി വന്നപ്പോൾ തന്നെ FIR രജിസ്റ്റർ ചെയ്തത്. അതുതന്നെയാണ് അന്വേഷണ സംഘവും പറയുന്നത്. അത്തരത്തിൽ ആക്റ്റിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ കേസുമായി മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ അന്വേഷണ സംഘം തയ്യാറായില്ല എന്നൊരു പരാതിയാണ് കുടുംബം അടക്കം പറയുന്നത് എന്നുള്ളതാണ്. അപ്പോഴും നമുക്ക് അന്വേഷണ സംഘത്തെ കുറ്റപ്പെടുത്തുന്നതിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എന്തുകൊണ്ട് ഇവർ കൃത്യമായ കാര്യത്തിലൂടെ അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണം നടത്തിയില്ല എന്നുള്ളതാണ്. തീർച്ചയായും അപ്പോഴാണ് കോടതികൾ ഇപ്പോഴും ഒരു തിരുത്തൽ ഇക്കാര്യത്തിൽ വരുത്തുന്നത്. അതായത് ഇത്തരത്തിൽ ആരുടെയെങ്കിലും മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ സാധിക്കില്ല. കൃത്യമായ ഒരു അന്വേഷണം വേണം, അല്ലെങ്കിൽ കൃത്യമായി തെളിവുകൾ വേണമെന്നുള്ളത് ഒരു തിരുത്തൽ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നതും ഇത്തരം സാഹചര്യങ്ങളുടെ ആവർത്തനം കൊണ്ടാണ്. നമുക്കറിയാം ഒരുപാട് കേസുകൾ, എത്ര കേസുകളാണ് നമുക്ക് ചുറ്റും തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു അധ്യാപകനെതിരെ ഒരു കുട്ടി കേസ് കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ കണ്ണൂരിൽ നടന്ന സംഭവമാണ്. പിന്നീട് അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ആ കുട്ടിക്ക് അത് ചെയ്യേണ്ടി വന്നതാണ്. പക്ഷേ ഇതെല്ലാം തെളിഞ്ഞു വന്നപ്പോൾ അയാൾ ആ നരകയാതന അധ്യാപകൻ അനുഭവിച്ചു കഴിഞ്ഞു. മറ്റൊരു കേസെന്ന് പറയുന്നത് കാമുകനെതിരെ ഇഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഒരു കുട്ടി ഇതുപോലെ പീഡനാരോപണം ഉന്നയിക്കുകയാണ്. ഇത്തരത്തിൽ പല എത്രത്തോളം കുട്ടികളാണ് നമുക്ക് ചുറ്റും പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച ആളുകളൊക്കെ ബന്ധം വേർപെടുത്തുമ്പോൾ അതൊരു പരാതിയായി നൽകിക്കൊണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. ശരിക്കും നമ്മൾ അറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന പുരുഷന്മാർക്കിടയിലാണ്. കണക്കുകൾ പ്രകാരം 70-75% പുരുഷ ആത്മഹത്യയാണ് നടക്കുന്നത്. തൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കാൻ ആരും ഉണ്ടായി എന്ന് വരില്ല. സമൂഹം കേൾക്കണമെന്നില്ല. തെറ്റുകാരനായി ചുമത്തപ്പെടുമല്ലോ എന്നോർത്ത് ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാർ നമുക്കിടയിൽ അവരുടെ എണ്ണം കൂടി വരുന്നുണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ശക്തമായ നിയമ നടപടികളും ശക്തമായ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ സമൂഹത്തിലാണെങ്കിൽ പോലും ശക്തമായ നടപടി എപ്പോഴും അല്ലെങ്കിൽ ശക്തമായ പിന്തുണ എപ്പോഴും കിട്ടുന്നത് സ്ത്രീകൾക്കാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഒരു ധാരണയുണ്ടാകാം, എന്ത് പറഞ്ഞാലും വിശ്വസിക്കും, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അവരെ ഒന്നും ചെയ്യാനില്ല, അത് പുരുഷനിലേക്ക് ആ അമ്പുകളൊക്കെ പുരുഷനിലേക്ക് പോകും എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു ധൈര്യം വരുന്നത്. പക്ഷേ ആ ഒരു ധൈര്യത്തിന് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കാറ്റിൽ പറത്തിയുള്ള ആ ഒരു ധൈര്യത്തെ നമുക്ക് പിന്തുണയ്ക്കാൻ കഴിയാവുന്നതല്ല എന്നുള്ളതാണ്. കാരണം പുരുഷന്മാരും മറുവശത്തും ഉണ്ട് എന്ന് ചിന്തിക്കണം. അവരൊരു പക്ഷേ ഈ നിരപരാധികളാകും. ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ അവർക്കും കുടുംബമുണ്ട്, അച്ഛനും അമ്മയുമുണ്ട്, എല്ലാവരുമുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടികളോടാണെങ്കിലും സ്ത്രീകളോടാണെങ്കിലും പറയാനുള്ളത് ഇത്രമാത്രമാണ്, കാര്യം ഗൗരവത്തിലെടുത്ത് അതിനെ കാണേണ്ടതുണ്ട്. അവർക്കും നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ അവർക്കും അച്ഛനും അമ്മയും കുടുംബവും ഒക്കെ ഉണ്ട്. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി, പകതീർക്കലായിരിക്കാം, ഒരു ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ പ്രണയ നൈരാശ്യമായിരിക്കാം, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് വേറെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ അതിനൊക്കെ നിയമത്തെ മറ്റു കാര്യങ്ങളെ കൂട്ടുപിടിക്കുന്നത് അത്ര ശരിയായ നടപടിയല്ല. തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇത്തരത്തിൽ ഒരാളെ ചൂഷണം ചെയ്യുന്നത് അത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. ഇപ്പോഴൊക്കെയാണ് പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ചിലരുടെയെങ്കിലും മുറവിളി, അത് വേണമല്ലോ എന്ന് നമുക്ക് പോലും തോന്നുന്നത്, അല്ലേ? അതുതന്നെയാണ് ശ്രീജ. മെൻസ് കമ്മീഷൻ വരുന്നതോടൊപ്പം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ജെൻഡർ ഇക്വാലിറ്റി. അത് എല്ലാ കാര്യത്തിലും പാലിക്കപ്പെടണം. അത് സ്ത്രീയെന്നോ പുരുഷനോ എന്ന് ഇല്ല. ന്യായം എവിടെയാണോ ആ പക്ഷത്താണ് ജെൻഡർ ഇക്വാലിറ്റി പാലിക്കപ്പെടേണ്ടത്. നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം ജനങ്ങളുടെ നന്മയ്ക്കുള്ളതാണ്. അതിനെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി വളച്ചൊടിച്ചാൽ പിന്നീടത് സ്വന്തം ശവപ്പെട്ടിക്ക് മേലുള്ള ആണിയടിയാകുമെന്ന കാര്യം ആരും മറക്കരുത്. നീതിക്കായി മാത്രം നിയമത്തെ സമീപിക്കുക. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അത്ര സുഖകരമല്ലാത്ത നിർഭാഗ്യകരമായ ആ വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. കണ്ണൂർ ചാലോട് വാഹനാപകടത്തിൽ 4 പേർ മരിച്ചിരിക്കുന്നു. കാറിൽ 3 മലയാളികളും 2 ഇതര സംസ്ഥാനക്കാരുമാണ് ഉണ്ടായിരുന്നത്. UP സ്വദേശി പരംചീത്രി, ഹർഷ്, റിസ്വാൻ, ഷാൻ എന്നിവരാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ രാത്രിയായിരുന്നു അപകടമുണ്ടായത്. വിവരങ്ങളുമായി ജോസഫ് ചേരുന്നു. ജോസഫ്, 4 പേർ മരിച്ചിരിക്കുന്നു, മലയാളികളടക്കം 2 പേർ ഇതര സംസ്ഥാനത്തു നിന്നുള്ളവരാണ്. എങ്ങനെ അപകടം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്?
സ്വപ്ന, ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ഈ ദാരുണമായ അപകടം നടക്കുന്നത്. ചാലോട് കുമ്പം ഭാഗത്താണ് ഇത്തരത്തിൽ ഈ 5 പേരടങ്ങുന്ന സംഘം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. ഒരുപക്ഷെ ഉറങ്ങിപ്പോയതാകാം ഈ നിയന്ത്രണം വിട്ട് ഈ വാഹനം മരത്തിലിടിക്കാൻ കാരണമായത്. എന്തായാലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 4 പേരും മരണപ്പെട്ടു. ഇപ്പോൾ ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിൽ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ 3 മലയാളികൾ ഉൾപ്പെടെ 2 ഇതര സംസ്ഥാനക്കാരും ആണ് ഈ സംഘത്തിലുണ്ടായിരുന്നതെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടവർ. ഈ 4 പേരുടെ മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് UP സ്വദേശിയായിട്ടുള്ള പരംചേത്രി, ഹർഷ്, റിസ്വാൻ, ഷാൻ എന്നിവരാണ് മരിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും ഇന്നലെ രാത്രിയുണ്ടായ ഈ അപകടത്തിൽപ്പെട്ടവരെ ഈ കാർ ഉൾപ്പെടെ വെട്ടിപ്പൊളിച്ചാണ് ഇത്തരത്തിൽ ഫയർഫോഴ്സ് സംഘം പുറത്തെത്തിച്ചത്. എന്തായാലും നിലവിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. കണ്ണൂർ ചാലോട് കുമ്പം ഭാഗത്താണ് ഈ അപകടമുണ്ടായത്. ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി ഇപ്പോൾ വിലയിരുത്തുന്നത്. സ്വപ്ന. ജോസഫാണ് വിവരങ്ങളുമായി ചേർന്നത്. പയ്യന്നൂരിൽ അനസ്തേഷ്യ നൽകിയതിലെ പിഴവ് മൂലം കുഞ്ഞു മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പയ്യന്നൂർ സ്വദേശികളായ സൂരജ് വിജിഷ ദമ്പതികളുടെ മകൻ ദേവാൻഷ് ശൗര്യയാണ് മരിച്ചത്. കണ്ണൂരിലെ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം. അതേസമയം ചികിത്സാ പിഴവ് ആരോപണം ആശുപത്രി അധികൃതർ നിഷേധിച്ചു. വൈദ്യസഹായം നൽകിയത് മാനദണ്ഡം പാലിച്ചാണ് എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. റിപ്പോർട്ടർ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.